പിന്നെ കണ്ടതാട്ടാ 2 പെരുമ്പാമ്പിനെ. ഒന്ന് വലിയതായിരുന്നു, നല്ല നീളവും വെയിറ്റെല്ലാം ഒരു പാമ്പായിരുന്നു. ഒന്ന് അതിന്റെ ചെറുതായിരുന്നു. അതായത് പിന്നെ ഇപ്പൊ ഈ പെരുമ്പാമ്പിനെ പിടിച്ചതിന്റെ ചുറ്റുപാടെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഭയങ്കര കാടാണ്. പിന്നെ കാട് എന്ന് വെച്ചാല് നടന്ന് ഇതിപ്പോ ഒരുപാട് സ്കൂൾ കുഞ്ഞുങ്ങളും മറ്റും നടന്നു പോകുന്ന വഴിയല്ലാണ്. എത്രയോ ആൾക്കാര് പല സൈസ് പാമ്പിനെയും ഇതുവഴി കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് വർഷത്തിലൊരിക്കൽ വന്നിട്ട് ഈ കാടെല്ലാം ക്ലീൻ ആക്കാണ്ട്, ഇതിന്റെ ഓണർമാർ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നവരാണ്. അവര് ഈ തെങ്ങുന്ന തേങ്ങ മാത്രം പറിച്ചെടുത്തിട്ട് പോവാണ്ട് വർഷത്തിലൊരിക്കൽ കാട് ക്ലീൻ ആക്കാണ്ട് പിന്നെ വന്ന് വളപ്പലൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാല് എല്ലാരും ഒരുപോലെ മനസ്സ് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പാമ്പെന്നെല്ലാം വെച്ചാൽ കുഞ്ഞുമക്കളെ ഒരുപാട് കുഞ്ഞുമക്കളെ ഇതിലെല്ലാം ഓടിക്കളിക്കുകയും നടക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സ് വെച്ചിട്ട് ഈ പരിസരമെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാല് ഓക്കെ ആവുന്ന കാര്യമില്ല. ഇതിപ്പോ നമുക്ക് ഏത് സൈസ് പാമ്പിനെ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇതിന് തൊട്ടപ്പുറത്തൊരു വളപ്പില്ല. അതായത് അതിന്റെ ഓണർ വേറെ കാസർഗോഡ് ഭാഗത്താരില്ല, ശ്രദ്ധിക്കുക പോലുമില്ല. അതിൽ നിന്നാണ് ഏതെല്ലാം സൈസ് പാമ്പ് വേണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് കിട്ടും. ഇത്രക്കും പല മോഡൽ പാമ്പിനെ അടുത്ത് കണ്ടു കിട്ടുന്നുണ്ട്, കണ്ടവരുണ്ട്. അപ്പൊ അയാളോട് എനിക്ക് പറയാം, നോക്കി നടത്താൻ പറ്റും. നിങ്ങൾക്ക് വിശ്വാസപ്പെട്ട ആരെങ്കിലും ഒന്നിക്കിൽ അത് ഏൽപ്പിക്കാം. വല്ലപ്പോഴും ആ കാടെല്ലാം ഒന്ന് വൃത്തിയാക്കാനോ ഇതാക്കാനോ, അല്ലെങ്കിൽ ഒഴിവാക്കാം. ആരെങ്കിലും എടുത്തു കഴിഞ്ഞാല് പിന്നെ നിങ്ങളിപ്പോ ഏതോ അറ്റത്തില്ല നിങ്ങൾ ഈ അറ്റത്ത് പോയിട്ട് പിന്നെ സ്ഥലം എടുത്തിട്ട് അത് നോക്കി നടക്കാണ്ടിരിക്കുമ്പോ അതാണ് ഇങ്ങനെ കാടാപ്പ് മുളച്ചില്ല. പാമ്പും കുഞ്ഞും പറ്റാടെയുണ്ട്. അതിപ്പോ നമുക്ക് മറ്റ് ചുറ്റുപാട് എത്രയോ പാമ്പുകൾ ജീവിക്കുന്നുണ്ട്, അവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാകുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇല്ലവരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരറ്റത്തുനിന്ന് ഒരറ്റത്ത് പോയിട്ട് സ്ഥലം എടുത്തിടുമ്പോ അത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടാവുമല്ലോ, വിശ്വാസപ്പെട്ട ആൾക്കാരെ ഏൽപ്പിക്കാൻ വല്ലപ്പോഴും വളപ്പലൊന്ന് വെട്ടി ക്ലീൻ ആക്കാനും നോക്കി നടത്താനല്ല. അല്ലെങ്കിൽ പിന്നെ വിറ്റ് ഒഴിവാക്കാം. അല്ലെങ്കിൽ ഇത്രയും പിന്നെ ലെങ്ത്തിൽ വീട് അല്ല സോറി സ്ഥലം എടുക്കാണ്ടിരിക്കാം.